ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക നടപടികൾ തുടർന്ന US. ചരക്ക് കപ്പലുകൾക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും നേരെ ആക്രമണം തുടർന്നാൽ തടഞ്ഞുവെച്ച ഇറാൻ ആസ്തികളിൽ നിന്നും തുക ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 13ാം ദിവസവും ശക്തമായ ആക്രമണമാണ് ഇറാനിൽ US നടത്തിയത്. ഇറാൻ തുറമുഖങ്ങളിൽ തുടരുന്ന ഉപരോധവും ശക്തമാക്കി. ഇറാന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് എത്തിയ 12 കപ്പലുകൾ തിരിച്ചയച്ചതായി US-ന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, അതിശക്തമായ ആക്രമണം 13ാം ദിവസവും ഇറാനിൽ നടത്തുകയാണല്ലോ US. എന്താണ് മറ്റു വിവരങ്ങൾ? ഗൗതം, തുടർച്ചയായി 13ാമത്തെ ദിവസം ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇറാനിൽ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. US സെൻട്രൽ കമാൻഡ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർശനമായ നീക്കങ്ങൾ ഇനിയും തുടരും. ഹോർമൂസിലെ സ്വതന്ത്ര ഗതാഗതം സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സൈനിക നടപടികൾ ഇനിയും വിട്ടുവീഴ്ചയില്ലാതെ നീങ്ങുമെന്ന് തന്നെയാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസിൻ്റെ കപ്പലുകൾ കടന്നു പോകുന്നതിന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇറാൻ്റെ പോർട്ടുകളിലേക്കുള്ള ഗതാഗതം, കപ്പൽ ഗതാഗതം തടയുന്നതിനുള്ള ഉപരോധം കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 12ഓളം കപ്പലുകൾ തടയുകയും ഒരു കപ്പൽ തകർക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു കപ്പലിനെ സാങ്കേതികമായി യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 12 കപ്പലുകൾ തിരിച്ചയക്കുകയും ചെയ്തു. അത് ഇറാൻ പോർട്ടിൽ നിന്ന് വരികയോ ഇറാൻ പോർട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായും ഈ IRGCയുടെ ഇത്തരം നീക്കങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ്. മറ്റൊരു നിർണായക പരാമർശം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ സൗദി അറേബ്യയുടെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിഭാഗങ്ങൾ നടത്തിയ ആക്രമണത്തിനെതിരെ അതിശക്തമായ നിലപാട് ട്രംപ് സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു നിർണായകമായ പരാമർശം അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമക്കുറിപ്പിലുണ്ടായത്. ആ സമൂഹമാധ്യമക്കുറിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഇത്തരത്തിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ കൈവശമുള്ള, അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാൻ ഫണ്ട് അല്ലെങ്കിൽ ഇറാൻ്റെ ആസ്തികളുണ്ട്, തിരിച്ചു നൽകേണ്ട ചില പണം, ഈ വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പല വലിയ തുകകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൈവശമുണ്ട്. അത്തരത്തിൽ കൈവശമുള്ള തുകകളിൽ നിന്നും ഇത്തരത്തിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയ നഷ്ടം ഈടാക്കുമെന്ന കൃത്യമായൊരു നിലപാടും ട്രംപ് അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആക്രമണം തുടരാനും അതുപോലെ തന്നെ ഹോർമൂസ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുമുള്ള നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന നിലപാട് തന്നെയാണ് ഉറപ്പിച്ച് ട്രംപ് പറയുകയും ചെയ്യുന്നത്. US സെൻട്രൽ കമാൻഡ് 13ാം ദിവസവും ആക്രമണം നടത്തി, നാളെയും ആക്രമണം തുടരുമെന്ന നിലപാട് തന്നെ സ്വാഭാവികമായും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൗതം, ഓക്കെ, ഐസനാണ് വിശദാംശങ്ങൾ നൽകിയത്.